ഗ്രാമീണ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോഴും യാഥാർത്ഥ്യമാവാത്ത ഒരു പദ്ധതിയുണ്ട് ഇടുക്കിയിൽ. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി കരാർ കാലാവധി കഴിഞ്ഞ പദ്ധതി മുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കമ്പനിക്ക് അഡ്വാൻസ് നൽകിയ ലക്ഷങ്ങൾ തിരികെ വാങ്ങാനും നടപടിയില്ല. ഇടുക്കിയുടെ ടൂറിസം മേഖലയെ ഉണർത്തുവാൻ കഴിയുന്ന പദ്ധതിയായിരുന്നു കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി. 2012 1,18,00,000 രൂപയുടെ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിൽ ആദ്യഘട്ട പദ്ധതിക്ക് അനുവദിച്ച 50 ലക്ഷം രൂപയിൽ 25 ലക്ഷം രൂപ DTPCക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച സിഡ്കോ എന്ന കമ്പനിക്ക് നിർമ്മാണ ചുമതലയും നൽകി. 12.5 ലക്ഷം രൂപ അഡ്വാൻസായി കമ്പനി കൈപ്പറ്റുകയും ചെയ്തു. അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർമ്മാണ ഉദ്ഘാടനം നടത്തി മടങ്ങിയതല്ലാതെ പിന്നീട് തുടർ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പുനരാരംഭിക്കുന്നതിനോ കരാർ കമ്പനിക്ക് നൽകിയ തുക തിരികെ വാങ്ങുന്നതിനോ DTPC ഒരുവിധ ഇടപെടലും നടത്തിയിട്ടുമില്ല. ഇവിടെ 2012 ഏകദേശം 1,18,00,000 രൂപയോളം അന്നത്തെ മന്ത്രിയായിരുന്ന AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അനുവദിക്കുകയും ഇവിടെ വലിയ ടൂറിസം പദ്ധതി കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനമുണ്ടാവുകയും അതുകണ്ട് രാജാക്കാട് പഞ്ചായത്തിലെയും മറ്റു സമീപ പ്രദേശങ്ങളിലും ആളുകൾ വലിയ മോഹവുമായിട്ട് കടന്നു വരികയുണ്ടായി. പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരുവിധ പദ്ധതിയും ഈ കള്ളിമാലി വ്യൂ പോയിന്റിൽ ഉണ്ടാകിയിട്ടില്ല. സർക്കാർ അനുമതിയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സ്ഥലമില്ലെന്ന വിശദീകരണമാണ് അധികൃതർ ഇപ്പോൾ നൽകുന്നത്. അതേസമയം പദ്ധതി നടപ്പിലാക്കാതെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുവാൻ കരാർ കമ്പനിക്ക് DTPC ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നും അതിനാൽ കള്ളിമാലി വ്യൂ പോയിന്റ് പദ്ധതി സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് ആകെ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത്. അടിയന്തര ഇടപെടൽ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും ഒരു പതിറ്റാണ്ടിലധികമായിട്ടുള്ള പഴക്കമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സന്ദീപ്, കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇടുക്കിയുടെ കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ കള്ളിമാലിയിലുള്ള ഉണ്ടാകുന്ന പ്രധാന പ്രതിസന്ധി എന്താണ്? ആര്യ, ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറേണ്ട ഒരു ടൂറിസം മേഖലയായിരുന്നു കള്ളിമാലി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അധികൃതരുടെ ഒരു അനാസ്ഥ കൊണ്ട് മാത്രം ഇവിടേക്ക് സഞ്ചാരികൾ ഇപ്പോൾ ഇവിടം ഉപേക്ഷിച്ച് പോകുന്നതാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം 1-2 വാഹനങ്ങളിൽ ആളുകൾ വന്ന് മടങ്ങിയതല്ലാതെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതി നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ സാമൂഹിക വിരുദ്ധന്മാരുടെയും മദ്യപ സംഘങ്ങളുടെയും അതിലുപരിയായിട്ട് ലഹരി വ്യാപാരത്തിൻ്റെ ഒരു മേഖലയായി ഇവിടെ മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ മുഴുവനും മദ്യക്കുപ്പികൾ കൊണ്ട് ഇതുപോലത്തെ മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മദ്യപ സംഘങ്ങൾ താവളമാക്കുന്നത് കൊണ്ട് തന്നെ സഞ്ചാരികൾ ഇവിടേക്ക് വരാൻ വേണ്ടി മടിക്കുകയാണ്. യാതൊരുവിധ സുരക്ഷിതത്വവും അവർക്ക് ഉറപ്പാക്കുവാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ മാലിന്യ സംസ്കരണത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ചാക്കുകളിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്, ഈ ഒരു ഭാഗത്തെ ചാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടിയിട്ടിരിക്കുന്നത് മുഴുവനും ഇവിടെ മദ്യപന്മാർ വന്ന് മദ്യപിച്ചതിന് ശേഷം ഉപേക്ഷിച്ച കുപ്പികൾ ഈ NSS യൂണിറ്റും ഒക്കെയായി വന്ന് അവർ ഇട്ടിരിക്കുന്നതാണ്. ഒപ്പം തന്നെ ഇവിടെ വെളിച്ചത്തിന്, രാത്രികാലത്ത് വെളിച്ചത്തിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാക്സ് ലൈറ്റുകൾ, ഈ ഹൈമാക്സ് ലൈറ്റുകൾ പൂർണ്ണമായും അടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതിൻ്റെ ബാറ്ററി സഹിതം അഴിച്ചുകൊണ്ട് പോയിരിക്കുന്നു, മോഷ്ടാക്കൾ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ ഇവിടെ താൽക്കാലികമായി DTPC ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ പോലും സാമൂഹിക വിരുദ്ധ ശല്യത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഇതോടൊപ്പം തന്നെയാണ് ഈ പദ്ധതി ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലുപരിയായി സർക്കാർ അനുവദിച്ച തുക 12.5 ലക്ഷം രൂപ സിഡ്കോ എന്ന് പറയുന്ന കമ്പനിക്ക് കൈമാറുകയും ചെയ്തു. ആ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല 1 വർഷ കാലാവധിയിലെടുത്ത കരാർ അവസാനിച്ചിട്ട് ഇപ്പോൾ 11 വർഷങ്ങൾ കഴിയുകയാണ്. ആ 11 വർഷം കഴിയുമ്പോൾ പോലും ഈ കൊടുത്ത പണം തിരിച്ചു മേടിക്കുവാനോ ഇല്ലെങ്കിൽ ഈ പദ്ധതി പുനരാരംഭിക്കുവാനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുവാൻ വേണ്ടി ഈ അധികൃതർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ച പദ്ധതിയായിരുന്നു, ഒരേ ദിവസം തറക്കല്ലിട്ടിരുന്ന പദ്ധതിയായിരുന്നു ശ്രീനാരായണപുരം പദ്ധതി. ആ ശ്രീനാരായണപുരം പദ്ധതി പൂർത്തിയാവുകയും അവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സഞ്ചാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറേണ്ട ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ ഈ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. ദിവസേന 100 കണക്കിന് സഞ്ചാരികൾ ഒഴുകിയെത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടം, ട്രെക്കിംഗ് വാഹനങ്ങളിലും മറ്റുമായി. പക്ഷേ ഈ പറയപ്പെടുന്ന പോലെ തന്നെ ലഹരി മാഫിയയുടെ ഒരു പിടിമുറുക്കം ഉണ്ടായതോടുകൂടി ലഹരി മാഫിയ ഇവിടം താവളമാക്കുന്ന ഒരു സാഹചര്യമായതോടുകൂടി തന്നെ ഇവിടം ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു എന്നത് മാത്രമല്ല, ഈ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യത പൂർണ്ണമായും ഇവിടെ അസ്തമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഒരു ഗ്രാമത്തിൻ്റെ ഇല്ലെങ്കിൽ 1-2 പഞ്ചായത്തുകളുടെ വികസനത്തിന് വഴിയൊഴുക്കുവാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ദൃശ്യങ്ങളിൽ തന്നെ ആ സ്ഥലത്തിന്റെ മനോഹാരിത വ്യക്തമാകുന്നുണ്ട്. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നില്ല. എത്ര മനോഹരമായ സ്ഥലമാണ്. അവിടെ വെറുതെ സാമൂഹ്യ വിരുദ്ധർക്ക്, മദ്യപ സംഘങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിൻ്റെ കാഴ്ച, നോട്ടം, ശ്രദ്ധ എത്തേണ്ട സ്ഥലം തന്നെയാണ് കണ്ണിമാലി എന്ന സ്ഥലം എന്ന് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നു.